ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കരിമൺകോട് ശാന്തി കുടീരത്തിൽ സംസ്കാരം നടക്കും. ഈ വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. ഈ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പല ആളുകളും ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മലയാളി ജവാൻ്റെ വീരമൃത്യു ഉണ്ടായത്. മാവോയിസ്റ്റ് ആക്രമണം മൂലമാണ് വീരമൃത്യു ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്കൊപ്പം തത്സമയം അജീഷ് ജയകുമാർ കൂടി ചേരുകയാണ്. പറയൂ അജീഷ്. ഇന്ന് രാവിലെയാണ് ഇന്നലെ പുലർച്ചെ 1:30 മണിയോടെ ഈ ആർ വിഷ്ണുവിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ നിന്ന് മേയർ രാജേന്ദ്രൻ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ AD എന്നിവർ ചേർന്നാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷമാണ് മൃതദേഹം പാലോടുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ 5 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ CRPF ജവാന്മാർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസും അന്തിമോപചാരം അർപ്പിക്കും. നേരത്തെ മന്ത്രിമാരടക്കം വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഈ 10 മണി വരെയാണ് കുടുംബ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം ചടങ്ങിലേക്ക് ഈ അദ്ദേഹത്തിന് വിട ചൊല്ലാനുള്ള ദുഃഖകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ വീട്ടിൽ പുരോഗമിക്കുന്നത്. അതിലേക്ക് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിൻ്റെ മൃതദേഹത്തിൽ ഇന്ത്യൻ ദേശീയ പതാക പുതപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ ദുഃഖകരമായൊരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ന് കരിമൺകോട് ശാന്തി കുടീരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടക്കുക. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷിക്കുവാൻ വേണ്ടി മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിന് 24 ബിഗ് സല്യൂട്ട്. ഒരു നാടിനെ മുഴുവൻ നൊമ്പരത്തിലാക്കിയാണ് ആർ വിഷ്ണുവിൻ്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചത്. ഓർക്കാപ്പുറത്താണ് വിഷ്ണുവിൻ്റെ വിയോഗം ഈ നാടിൻ്റെ വാർത്തകളിലേക്ക് കയറിയത്. നമുക്കൊരിക്കൽ കൂടി അജീഷ് ജയകുമാറിലേക്ക് ചേരാം. അജീഷ്, പറയൂ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്? കുടുംബ വീട്ടിലാണ് ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിലാണ് മലയാളി ജവാൻ ആർ വിഷ്ണു വീരമൃത്യു വരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചു. ഇന്ന് പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് സംസ്കാരം നടക്കും.